മലയാള സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുണ്ട്. നിരവധി മലയാള ചിത്രങ്ങളാണ് ഈ ആഴ്ചയും അതോടൊപ്പം ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ അടുത്ത ആഴ്ച OTT റിലീസിന് തയ്യാറെടുക്കുന്നത്. നമ്മൾ കാത്തിരുന്ന പുഷ്പ 2 അതോടൊപ്പം സൂക്ഷ്മദർശിനി തുടങ്ങിയ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്നൊരു സിനിമ സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് നോക്കുകയാണെങ്കിൽ പണ്ഡിറ്റ് 19 കിഡ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ്. ബാലു വർഗീസ്, അർജുൻ അശോകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഒക്ടോബർ മാസമായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടെന്ന്. അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഇപ്പോഴത്തെ മനോരമ മാക്സ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മുതൽ മനോരമ മാക്സ് വഴി പണ്ഡിറ്റ് 19 കിഡ്സ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ചത്തെ OTT റിലീസുകൾ ഏതൊക്കെയാന്ന് നോക്കണം. ഒന്നാമത്തെ ചിത്രം മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ് കടകൻ എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ഹക്കീം ഷാജഹാൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു കടകൻ എന്ന് പറയുന്ന സിനിമ. മാർച്ച് മാസം 1-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം നല്ലൊരു വിജയം തന്നെ പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സൺനെക്സ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. സൺനെക്സ്റ്റ് ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി, അതായത് നാളെ മിഡ് നൈറ്റിലോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ആഴ്ചത്തെ മറ്റൊരു സർപ്രൈസ് OTT റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പണി എന്ന് പറയുന്ന ജോജി ജോർജ് നായകനായിട്ടെത്തിയ ചിത്രമാണ്. ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറാൻ പണിക്ക് സാധിച്ചിട്ടുണ്ടത്. ഏകദേശം 35 കോടിക്ക് മുകളിൽ ചിത്രം തിയേറ്ററിൽ നിന്നിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോജി ജോർജ് ആദ്യമായിട്ട് രചനയും സംവിധാനവും നിർവഹിക്കുന്ന അന്ന് പ്രത്യേകമായിട്ടെത്തിയ ചിത്രം തിയേറ്ററിൽ മികച്ച വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസമായിരുന്നു ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ഡിസംബർ മാസം 20-ാം തീയതിയാണ് സോണി ലൈവ് ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് നമുക്ക് സോണി ലൈവ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള OTT റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഒന്നാമത്തെ ചിത്രം തമിഴിൽ നിന്നുള്ള ചിത്രമാണ് സ്വർഗ്ഗവാസൽ എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. RJ ബാലാജി കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമാണ് സ്വർഗ്ഗവാസൽ എന്ന് പറയുന്ന സിനിമ. ചിത്രം നവംബർ മാസം 29 തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും വലിയൊരു വിജയമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടിരുന്നു. മലയാള താരങ്ങളായിട്ടുള്ള ഷറഫുദ്ദീൻ, അതോടൊപ്പം സാനിയ അയ്യപ്പൻ, ഹക്കീം ഷാ തുടങ്ങിയവർ കേന്ദ്ര ചിത്രത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ചിട്ടുണ്ട്. തമിഴിന്റെ പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് നമുക്ക് ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ OTT റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാർമൂട് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു മുറ എന്ന് പറയുന്ന സിനിമ. മുഹമ്മദ് മുസ്തഫ ഡയറക്ട് ചെയ്ത ചിത്രം ഒരു അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ട് പുറത്തുവിട്ടിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതി ഒരുപക്ഷെ ഈ സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അടുത്തൊരു OTT റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബേസിൽ ജോസഫ് നസ്രെ കൂട്ടുകെട്ടിൽ ഒന്നിച്ച ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. നവംബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം മികച്ച വിജയം സ്വന്തമാക്കി ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടത്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത് MC ജിതിനായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി അറിയിച്ചിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ വഴി ചിത്രം റിലീസിനെത്തി 1 മാസം പിന്നിട്ടതിന് ശേഷം, അതായത് നമുക്ക് ഈ വരുന്ന ഡിസംബർ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജനുവരി മാസം ആദ്യത്തോടു കൂടി കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ഏഷ്യാനെറ്റാണ്. എന്തൊക്കെയാണ് ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് നീളുമെന്ന് നോക്കാൻ തന്നെ അറിയാം. അടുത്തൊരു OTT റിലീസ് ആയി നോക്കിയാണെങ്കിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടർന്ന അല്ലു അർജുൻ നായകനായിട്ടെത്തിയ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടേതാണ്. 1300 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങൾ ഒന്നായിട്ട് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ടായിരുന്നു. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സുകുമാർ ആയിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററുകൾ ഇപ്പോഴും വലിയൊരു വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം റിലീസിനെത്തി 1 മാസത്തിന് ശേഷമാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുന്നത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം വലിയൊരു വിജയം സ്വന്തമാക്കുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ OTT റിലീസ് വീണ്ടും നീട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം ചിത്രം റിലീസ് ചെയ്ത് 40 ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ചിത്രത്തിന്റെ OTT റിലീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ജനുവരി മാസം പകുതിക്ക് ശേഷം മാത്രമേ നമുക്ക് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയെ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരുപക്ഷെ നമുക്ക് ഈ വരുന്ന ജനുവരി മാസം 16-ാം തീയതിയോ 17-ാം തീയതിയായിട്ട് പുഷ്പ 2-നെ നെറ്റ്ഫ്ലിക്സ് വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് നിങ്ങൾ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.